ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും സ്ഖലനം സംഭവിക്കുന്നത് സുഖമില്ലാതെയാണെന്ന് പലരും പരാതികൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് സുഖമില്ലാത്ത രീതിയിൽ സ്ഖലനം സംഭവിക്കുന്നത്? ഒരു ശാരീരിക ബന്ധമെന്ന് പറയുമ്പോൾ അത് അവസാനിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സുഖം അനുഭവിച്ച് ക്ഷീണിതരായി കിടക്കുക, അതാണ് നല്ലൊരു ദാമ്പത്തിക ബന്ധം അല്ലെങ്കിൽ നല്ലൊരു ശാരീരിക ബന്ധത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്. എന്നാൽ ഈ ശാരീരിക ബന്ധം അവസാനിച്ച് കഴിയുമ്പോഴും ഒരു തൃപ്തിയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം, അത് നിങ്ങളുടെ ഹോർമോണിനെ തന്നെ ബാധിക്കുന്നതാണ്. നിരന്തരമായിട്ട് നിങ്ങൾക്കിങ്ങനെ സുഖമില്ലാതെ സംഭവിക്കുന്ന സ്ഖലനം നമ്മളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നതിന് ഒരു കാരണമായി തീരാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ സുഖമില്ലാതെ സ്ഖലനം സംഭവിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രസവാനന്തരമുള്ള യോനിക്ക് അയവ് സംഭവിക്കലോ ഒക്കെ തന്നെ നിങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുന്ന സമയത്ത് സുഖക്കുറവുണ്ടാകാനുള്ളൊരു കാരണമാണ്. കാരണം അയവുള്ള യോനിയിലേക്ക് നമ്മൾ ലിംഗപ്രവേശനം നടത്തുന്ന സമയത്ത് ഒരിക്കലും അതൊരു സുഖമുള്ള രീതിയിൽ കലാശിക്കണമെന്നില്ല. എന്നാൽ പലപ്പോഴും എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നുമില്ല. ചിലരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ്, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന അവസ്ഥ, ലിംഗത്തിന് വളവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പുരുഷന്മാർക്കും നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കൃത്യമായ ഒരു സ്പീഡിൽ അടിക്കുവാനോ അല്ലെങ്കിൽ സ്പീഡിൽ അടിക്കുന്ന സമയത്ത് ലിംഗം പൂർവാധികം ശക്തിയോടെ അല്ലാതെ ഒരു കുഴഞ്ഞ രീതിയിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്തും ഇതുപോലെ സുഖമായിട്ട് സ്ഖലനം സംഭവിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് സാധാരണഗതിയിൽ തന്നെ വെള്ളം പോകുമെങ്കിലും ആ ഒരു സുഖം നിങ്ങൾക്ക് വരണമെന്നില്ല എന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേക പൊസിഷനുകളിൽ സ്ത്രീകളുടെ കന്തിൽ ഉരസിക്കൊണ്ടുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു യോനിയുടെ അയവ് അല്ലെങ്കിൽ ആ ഒരു ലൂസ് നിങ്ങൾക്ക് അത്ര കണ്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ യോനി ഭാഗത്തോട് ചേർന്നിട്ടുള്ള ഭിത്തിയിൽ ഉരസിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ തൊലിഭാഗം മേലോട്ടാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുമ്പോൾ സുഖം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്ഖലന സമയത്ത് വെള്ളം പോയാലും സുഖമില്ലാത്ത പുരുഷന്മാർ ഈ ഒരു രീതിയിലൂടെ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും.